നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വളർന്ന് വളർന്ന് അവരാകാശം മുട്ടെ ചിലപ്പോ എത്തിയെന്നും വരാം. പക്ഷേ അവരെത്ര ഉയരത്തിലേക്ക് വളർന്നാലും അവരുടെ അന്തിമവിധി ദയനീയമായിരിക്കും ഗാർഗി. ഇവിടെ മറിഞ്ഞിരിക്കുന്ന ശത്രുക്കൾക്കും അത് തന്നെയാവും അനുഭവം. 20 ലക്ഷം രൂപയല്ലേ നമ്മുടെ കൺമുന്നിൽ കൂടെ പോയത്. പല്ലവിയെ കള്ളിയാക്കാനുള്ള പ്ലാനും പൊളിഞ്ഞു, പണവും പോയി. നമ്മുടെ പ്ലാൻ ഫ്ലോപ്പാവെന്ന് തോന്നിയപ്പോ ആ പണം പല്ലവിയുടെ മുറി നിരത്ത് മറ്റെവിടെയെങ്കിലും ഒളിപ്പിച്ചാൽ മതിയായിരുന്നു. എവിടെ ഒളിപ്പിക്കാവുന്ന? അതൊന്നും ശരിയാവില്ലായിരുന്നു. അതെന്താ ശരിയാവാത്തത്? ചേച്ചി ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിലേ ഞാനത് എവിടെയെങ്കിലും ഒളിപ്പിക്കത്തില്ലായിരുന്നു. എന്നിട്ട് വേണം നീ രക്തം ഛർദ്ദിച്ച് മരിക്കാൻ. പിന്നെ രക്തം ഛർദ്ദിച്ച് മരിക്കാൻ പോവല്ലേ? അതൊക്കെ അവളുടെ ഒരു തന്ത്രമല്ലേ ചേച്ചി. പണം അവളുടെ മുറിയിൽ നിന്ന് മോഷണം പോയി എന്നറിഞ്ഞപ്പോ അവക്ക് മനസ്സിലായി ഈ വീട്ടിലെ ആരോ ആണത് എടുത്തതെന്ന്. അത് തിരികെ കിട്ടാൻ വേണ്ടി അവളെടുത്ത ഒരു അടവായിരുന്നു പൂജയും പണം എടുത്ത ആള് രക്തം ഛർദ്ദിച്ച് മരിക്കുമെന്നുള്ള ഭയപ്പെടുത്തലും. ചേച്ചി അത് കേട്ട് വല്ലാതെ പേടിച്ചും പോയി. കഷ്ടം തന്നെ ചേച്ചി. പേടിയൊന്നുമല്ല പ്രതാപ, ജീവൻ പണയം വെച്ചൊരു കളിക്ക് ഞാനില്ല, അത്ര തന്നെ. അതിനെ തന്നെ ഞാൻ പേടിയെന്ന് പറഞ്ഞത്, പ്രാണഭയം. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. ഒരു റിസ്ക് എടുക്കാൻ എനിക്ക് തോന്നിയില്ല. 300 കോടി രൂപ കൈവരാൻ പോകുമ്പോ വെറും 20 ലക്ഷത്തിന് വേണ്ടി ചോര തുപ്പിച്ചാവണോ പ്രതാപ? അതൊന്നും സംഭവിക്കില്ലായിരുന്നു ചേച്ചി. ഏതായാലും ആ പണം കയ്യിൽ നിന്ന് പോയില്ലേ, ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? എടാ, പാർവതി പാരമ്പര്യമായിട്ട് പൂജയും കർമ്മവുമായിട്ട് വളർന്ന ഒരു പെണ്ണാണ്. അവള് പൂജ ചെയ്താലുണ്ടല്ലോ ചിലപ്പോ ഏൽക്കും. മാത്രവുമല്ല, പൂജ ചെയ്യുന്ന നേരത്ത് അവളുടെ കണ്ണില് ഒരു പ്രത്യേക തിളക്കവും ഞാൻ കണ്ടിരുന്നു. എടാ, നമ്മൾ എന്നും കാണുന്ന പാർവതി ആയിരുന്നില്ല അത്. ഏതോ ഒരു പ്രത്യേക ശക്തി അവളുടെ ശരീരത്തിൽ ആവേശിച്ചതുപോലെ ആയിരുന്നു ആ നേരത്തെ അവളുടെ ഭാവവും മറ്റും. ചേച്ചി ഇങ്ങനെ അവളെ പേടിക്കാൻ തുടങ്ങിയ നമ്മുടെ ലക്ഷ്യം നമ്മൾ എങ്ങനെ നടത്തിയെടുക്കും? അതോ അതൊക്കെ മറന്ന് നമ്മൾ നമ്മുടെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോണെന്നാണോ ചേച്ചി പറയുന്നത്? ഒരിക്കലുമല്ല. ഇവിടുത്തെ സകല സ്വത്തുക്കളും ഒരു തരി മണ്ണ് പോലും മിച്ചം വെക്കാതെ നമ്മൾ സ്വന്തമാക്കിയിരിക്കും പ്രതാപ. പാർവതി ഇടയ്ക്ക് നടത്തുന്ന പൂജകൾ കണ്ട് ഭയപ്പെട്ട അതൊക്കെ എങ്ങനെ സാധിക്കും ചേച്ചി? എടാ, പാർവതി ജീവനോടെ ഇരുന്നാലല്ലേ നമുക്ക് അവളെ പേടിക്കേണ്ട കാര്യമുള്ളൂ. അവൾക്കിനി അധിക ദിവസത്തെ ആയുസില്ല പ്രതാപ. എല്ലാം വെൽ പ്ലാൻഡ് അല്ലേ? പുതിയ പ്ലാന്റിന്റെ ഉദ്ഘാടനവും അവളുടെ അന്ത്യവും ഒരേ ദിവസം തന്നെ നടക്കും. അതി പ്രഭാവതി നടത്തിയിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.